അവിടെ കിടക്കുമ്പോൾ താണ്ട പാതിര കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടോർച്ചടിക്കുന്നു മുഖത്തേക്ക് ടോർച്ച്, ഭയങ്കര പ്രകാശം. ഞാൻ ഇവിടെ എവിടുന്നാണ് ഈ ജനലിൽ കൂടെ വരിക, 2-3 ജനലുണ്ട്, ആ ജനലിൽ കൂടെ വരുന്നതാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ണാടി ജനലാണ്. നേരം നോക്കുമ്പോഴത്തേക്ക് അവിടുന്നാണ് വരുന്നതെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ എല്ലാം നോക്കിയിട്ട് ഇവിടുന്ന് വരുന്നില്ല. നോക്കിയപ്പം വരുന്നത് വേളിയിൽ ഇങ്ങനെ 80 ഡിഗ്രിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ അങ്ങേറ്റത്ത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കണ്ണുകൾ കാണാതെ ആയി എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്നെ കണ്ണിനെ കാണാനൊക്കത്തില്ല, അത്രയ്ക്ക് പ്രകാശം. നോക്കി അങ്ങേറ്റത്ത് ഒരു കണക്കിന് നോക്കിയപ്പം ആശാൻ്റെ മുഖമാണ് അവിടെ. എവിടെ? ക്രിസ്തുവിൻ്റെ മുഖമാണ്. ഇതാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അല്ലാതെ ഈ പറയുന്ന പോലെ ഈ വെന്തിക്കോസുകാരനോ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോയി പ്രാർത്ഥിക്കുകയോ, നമ്മുടെ അച്ഛന്മാർക്കോ കപ്പ്യാർമാർക്കോ വലിയ ബിഷപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ വലിയ അധികം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. എല്ലാവർക്കും സകല ജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. സകല ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ട്. ഇന്നാരെന്നൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ എഴുതാൻ പറ്റിച്ചത്. നമ്മുടെ ഫോട്ടോയിലെ അവിടെ തന്നെ വിളിച്ചതാണ്, ഫോട്ടോ സെൻറ്ററിൽ വിളിച്ചതാണ്, ഇവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വരാൻ. എന്തുകൊണ്ടാണെന്നറിയാം? ഞാൻ പറഞ്ഞു, ഞാനൊരു മാർത്തമാക്കാരനല്ലേ, ഇപ്പോഴല്ലേ ഇവിടെ അടുത്ത പള്ളിയിലൊന്നും വെച്ചാൽ എനിക്ക് ഇന്ന പള്ളിയിൽ നിന്നൊന്നുമില്ലല്ലോ, അടുത്ത കത്തോലിക്ക പള്ളി അപ്പം അങ്ങോട്ട് വന്നേ, നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്നു. അന്നേരം അവിടെ ഞാൻ പറഞ്ഞു, ഞാനൊരു മാർത്തമാക്കാരനാണ്. 2000 ഫോർത്ത് വീക്കാണ്, 28 ദിവസമേ ഉള്ളൂ, 28-29 ദിവസമേ ഉള്ളൂ ആ വർഷം. 2028 വർഷം 28 ദിവസമേ ഉള്ളൂ. ആ 4th വീക്കിലാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു മാർത്തോമക്കാരനാണ്, അതുകൊണ്ട് സാർ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് കൈ വെച്ച് തല വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ വിട്ടേച്ചാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ഓരോരുത്തരെയും ഇവിടെ വരുന്നവരെ പറ്റി ബൈബിളെടുത്ത് നോക്കി സംസാരിക്കത്തുള്ളൂ. ബൈബിളെടുത്ത് വേണ്ട ഈ ഭാഗം ഇരിക്കുന്നു, ഈ ഭാഗം 4 ബൈബിൾ നോക്കിയിട്ടും ഓരോ ഭാഗങ്ങളെടുത്തപ്പോഴത്തേക്ക് നിങ്ങളെപ്പറ്റി മാത്രമാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ 10:30 തുടങ്ങിയിട്ട് 1:30 മണി വരെ എന്നെ വിടുന്നില്ല വിദ്വാനാണ്. പി.ഡി. ജോസഫ് എന്ന് പറഞ്ഞ വിദ്വാനാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കഴിഞ്ഞു പോയല്ലോ, ഇനിയും കിട്ടത്തില്ലല്ലോ, എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നിച്ച് പോയി ഭക്ഷണം കഴിച്ചു. എന്നോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് പേര് വിളിക്കും, ഇവിടെ വരണം, ഇവിടുത്തെ ഫൈനൽ തീരുമാനമാണ്, ഇതിനപ്പുറത്തൊന്നും വരുന്നൊന്നുമില്ല. ഇങ്ങനെ ഞങ്ങൾക്ക് 17.5 ലക്ഷം പേർക്ക് ഞങ്ങൾ ഈ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഇതുവരെ ഒരാളിനെ കിട്ടിയിട്ടില്ല. സാറാണ് ഇതിൻ്റെ ആൾ. ഇവിടെ വരിക, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വരണം. ഞാൻ പറഞ്ഞത് ആലോചിച്ചിട്ടൊക്കെ പറയേണ്ട കാര്യമാണ്. വീട്ടിൽ വന്നു. രാവിലെ പിള്ളേരൊക്കെ ഓരോ വിധത്തിലെ പറഞ്ഞ നീ എന്തിക്കോസൊന്നും അല്ല. അവർ പറഞ്ഞു, വേണ്ട, മനസ്സിലായില്ലേ, നമുക്ക് ഓരോരുത്തരെ ഇപ്പോൾ അറിയാം, നമുക്കൊന്നും വേണ്ട. ഞാൻ പോയില്ല. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. ഇതെല്ലാം നേരത്തെ തന്നെ. എന്നേരം ഞാൻ കഴുകനെ പോലെ മുന്നിലേക്ക് പറന്ന് ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം അങ്ങേയറ്റത്. ഇനിയും ക്രിസ്തുവിന് ലോകത്തിന് ഇത്രയും പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഞാൻ എഴുതി വച്ചിട്ടുള്ളൊരു കാര്യം ഈ ലോകത്ത് ആരും ഇന്നു വരെ എഴുതാത്തതാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് ആ പി.ഡി. ജോസഫ് അന്ന് എന്നോട് പറഞ്ഞത്. മനസ്സിലായിക്കോണം. എന്നിട്ട് 4 ബൈബിൾ വെച്ചിട്ട് ഓരോ ഭാഗങ്ങൾ എടുത്ത് വെച്ചിട്ട്
ഒന്ന് ഇത് വായിച്ചു, ഇത് അടുത്ത് വായിക്കേ, ഇത് വായിച്ചു, അടുത്ത് വായിച്ചു, എടുത്ത് വായിച്ചു. ഇപ്പം മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാനതിൽ അങ്ങോട്ട് പോയില്ല. പിള്ളേർ പറയുകയും ചെയ്ത് വേണ്ടെന്നും പറഞ്ഞു. നമുക്കിങ്ങനെ ഓരോ സുവിശേഷകരെ നമുക്ക് വേണ്ടവണ്ണം അങ്ങനെ വല്ല പൈസയൊക്കെ മേടിച്ച് അങ്ങനെയുള്ള വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയില്ല. മനസ്സിലായില്ലേ? ശരി, ഞാൻ ഇതൊന്നും കൊച്ചിലേ തൊട്ട് എഴുതി തുടങ്ങിയത് ഇതുവരെ എഴുതി നിർത്തിയിട്ടില്ല. 40 വർഷം എഴുതാതിരുന്നു. പിന്നെ ബാക്കി എഴുതി വെക്കും. അങ്ങനെയാണ് ഈ ജ്ഞാനോദയം തൊട്ട് 11-12 പുസ്തകങ്ങൾ, പിന്നെ ഫാദർ ഡാമിയൻ തൊട്ട് ജോനഫാർക്ക് തൊട്ട് ഒരുപാട് പുസ്തകങ്ങൾ, അങ്ങനെ എല്ലാം കൂടി 10-22 പുസ്തകം, 24 പുസ്തകം ഞാൻ എഴുതിയാണ്. ഈ ലോകത്തിന്ന് വരെ ഞാൻ അവിടെ നമുക്ക് അലക്സാണ്ടർ യേക്കബിനെ ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ ഒന്ന് കാണിക്കും.